പേരാണ് നൊക്കട്ടെ ഉജി. ഹലോ ഗായ്സ്, ഇന്നിവിടെ അപ്പു അമ്മു വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ സമ്മർ വെക്കേഷനാണ്. സത്യം പറഞ്ഞാൽ വെക്കേഷൻ കഴിയാറായി. വെക്കേഷൻ തുടങ്ങിയപ്പോഴേ അമ്മു ഇവിടെ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇന്നാണ് എൻ്റെ ക്ലാസ്സും സമയവും എല്ലാം ശരിയായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങണം. അപ്പോൾ നമ്മളിപ്പോൾ ചൂണ്ട വാങ്ങാൻ പോവുകയാണ്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ പരിപാടി എന്താണെന്ന്. അതുമാത്രമല്ല, വേറെ കുറച്ച് പരിപാടീസ് കൂടെ ഉണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. 2 ആഴ്ച മുന്നേ അമ്മ ഇവിടെ വന്നിരുന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ട് ക്യാൻവാസുമായിട്ട്. എന്നിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഇവളുടേത് അലമ്പായി. ഇപ്പൊ അതെന്ത് ചെയ്യണം? ഇപ്പൊ ആ ക്യാൻവാസ് അതെടുത്ത് കളഞ്ഞാ? അമ്മ കാണുന്ന പോലെ നല്ല ഭയങ്കര ക്രിയേറ്റീവ് ആണ്. നല്ല ബൾബ് വെച്ചിട്ടൊക്കെ ഒരു അടിപൊളി ഒരു സാധനമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്നും നമുക്ക് കുറച്ചധികം പ്ലാൻസ് ഉണ്ട്. എല്ലാത്തിനും കൂടെ സമയം തികയോന്ന് അറിഞ്ഞുകൂടാ. ഇതിനെ കാണാൻ ഒരു കരിമ്പുലിയുടെ കൂട്ടുണ്ട്. സാധനം ഞാൻ കണ്ടു. കിട്ടിയാ ഉണ്ണിയപ്പോ ഇല്ലേ? നമ്മളിന്ന് നെയിം ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയാണ്. അപ്പൊ യു വെച്ചിട്ട് ഉഴുന്നോടെ ഉണ്ട്, പക്ഷെ ഉഴുന്നോടെ വാങ്ങാനായിട്ട് ഇനി കുറെ പോണം. പിന്നെ യു വെച്ചിട്ട് എന്താണ് ഉണ്ണിയപ്പവും ഇല്ല. അങ്ങനെ നമ്മളിപ്പോ പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാതെ. എന്തായാലും നമ്മൾ ചെയ്യും നെയിം മീറ്റിംഗ്. ഇതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഇതിവിടുത്തെ ജർമ്മൻ ചെറി മരമാണ്. ഇതിനെ മലയാളത്തിൽ എന്തോന്നാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പഴുത്തേനേക്കാളും എനിക്കിതിൻ്റെ പച്ചയാണ് ഇഷ്ടം. ഇത് ഈ പൂക്കളൊക്കെ ഇനി കേൾക്കുമ്പോൾ കുറേ ഇങ്ങനെ റെഡ് കളറിലിരിക്കും. അതാണ് സാധനം. എനിക്ക് കുഞ്ഞാണ് ഇഷ്ടം. അതാകുമ്പോൾ നമുക്ക് കുരുവും കഴിക്കാൻ പറ്റും. അയ്യോ, ഫോക്കസ് ആവുന്നില്ല. ഇതാണ് സാധനം. ചൂണ്ട വാങ്ങിക്കൊണ്ട് വന്നിട്ട് എങ്ങനെ ചൂണ്ട കെട്ടണമെന്ന് അറിഞ്ഞൂടാ. അറിയാമോ? അപ്പോൾ ഇവിടെ മീനിടാനായിട്ട് മൈദ കുഴക്കുകയാണ്. ഇത് എന്ത് പരിവാവണം? ഇത് കട്ടിയാവണം, കുറച്ച് കട്ടിയാവണം. കുറച്ച് കട്ടിയായിട്ട് ഈ ചൂണ്ടയില് പൊരിത്തിടണം. ഗൈസ്, ഇവിടെ നല്ല വൻ മഴ വരാൻ പോകുന്നു. ഇപ്പോഴത്തെ ക്ലൈമറ്റ് രാവിലെ വെയിലും ഉച്ചയ്ക്ക് മഴയും. ഇപ്പൊ നല്ല ഇരുണ്ട് തുടങ്ങി. നമ്മള് അതുകൊണ്ടാണ് കൊടയൊക്കെ എടുത്തോണ്ട് വന്നത്. വെറുതെ തിരിച്ചു വരേണ്ടി വരും തോന്നുന്നു മഴ നനഞ്ഞുകൊണ്ട്. ഈ പൂവിന്റെ പേരെന്തോന്ന് അറിയാമോ? കാക്കപ്പൂവ് എന്നാണ് ഈ പൂവിന്റെ പേര്. എന്ന് പറഞ്ഞാൽ പൂവിന്റെ പേര് ഇതാര് പഠിപ്പിച്ചെന്നത്? മഞ്ഞ ബട്ടർഫ്ലൈയെ കാണുമ്പം ഹാപ്പി എന്ന് പറഞ്ഞാൽ മുട്ടായി കിട്ടുമെന്ന് പറഞ്ഞ് ഇവളെ പഠിപ്പിച്ചു. അമ്മയെ പഠിപ്പിച്ചു. അമ്മയും ചെയ്യും മഞ്ഞ ബട്ടർഫ്ലൈയെ കാണുമ്പോൾ. ഇന്നത്തെ വ്ളോഗ് ഫുൾ പ്രകൃതിയോട് ഇണചേർന്നുള്ള വ്ളോഗാണ്. ചെറുതായിട്ടൊക്കെ ധാര വസ്തുവായാലും നമ്മൾ കുറച്ച് പൂ പറിച്ചിട്ടുണ്ട്. ഒരു സംഭവം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നടന്നു മതിയായിരുന്നു അതുപോലെ. കുറച്ച് ഇതുണ്ട് കാടൊക്കെ. മതിയാവോ? കുറച്ചേ ഉള്ളൂ, കുറച്ചുകൂടെ. എൻസൈക്ലോപീഡിയ ആവാം. ഈ സാധനം റിച്ച് ഇൻ വൈറ്റമിൻസ് ആൻഡ് ന്യൂട്രിയൻസ് ആണ്. ഇതിന്റെ പേരാണ് നൊക്കട്ടെ ഉജി. നന്ദി, വീണ്ടും കാണാം. നമസ്കാരം. എന്താ ബുക്സ ഇരിക്കാൻ പ്രാർത്ഥിക്കാതിരിക്കാൻ, ബുക്സ് ഇരിക്കാൻ പറഞ്ഞാൽ ആ കരാട്ടെ ക്ലാസ് നന്നായിട്ടാവാൻ പ്രാർത്ഥിക്കാതിരിക്കാൻ. ഇതേത് ജാപ്പനീസ് ആണോ?
ഇതാണ് എനിക്കിഷ്ടമുള്ള ഗ്രാമം. പക്ഷെ ഇവിടേക്കുള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ റബ്ബറും അങ്ങനെയൊക്കെയാണ്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഗ്രാമം എന്ന് പറഞ്ഞാൽ കുറേ തെങ്ങും വാഴയും പാടവും അതൊക്കെയാണ്. ഇവിടെ അങ്ങനത്തെ കുറച്ച് സ്ഥലമുണ്ട്. വില പച്ചപ്പാനന്ദത്തെ മതി നമ്മൾ കുളത്തിലെത്തി. ഗൈസ് നമ്മൾ ഇങ്ങനെ പതിയെ സംസാരിക്കുന്നത് നമ്മൾ ബഹളം വയ്ക്കാതെ വന്നാലേ മീൻ പൊങ്ങി കിടക്കുന്ന കാണാൻ പറ്റുള്ളൂ. മനസ്സിലെ കുളം ഇത്രയും വലിയ കുളമല്ലായിരുന്നു, കുഞ്ഞു കുളം. അതുപോലെ വേലിയൊന്നും കെട്ടിയിട്ടില്ലാത്ത കുറച്ചുകൂടെ ഗ്രാമീയതയുള്ള കുളമായിരുന്നു. കാലിന്റെ അടിയിൽ മൈദാമാവ് തേച്ചോ? എന്റെ ഐഡിയ ആണ്. വട്ടി കിക്കിളി അവിടെ ഞാൻ കാണിച്ചു തരാം. അരിപ്പായിട്ട് പിടിച്ചിരുന്ന എന്ത് കിട്ടുമായിരുന്നു. തെറ്റ് എൻ്റെ ഒരു ഇത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സ്ഥലത്ത് കുറേ തെങ്ങും നമ്മൾ വരണ വഴിക്ക് ഈ പാടവും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നമുക്കൊരു തറവാട് വീട് എന്ന് വെച്ചാൽ കുറേ മുറ്റവും മറ്റേ വാത്സല്യത്തിലെ മമ്മൂട്ടിയുടെ പോലത്തെ അത്രയും വലിയ വീടല്ലെങ്കിലും കുറച്ച് അങ്ങനത്തെ ഒരു വീട്, കുറേ മുറ്റം, അതൊക്കെയാണ്. പിന്നെ ഒരു നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കുളം, അതൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നമുക്കങ്ങനെ തറവാടില്ല. ഇവിടെ സീനാണ്. 7 പട്ടികള്. പട്ടി കണ്ടപ്പോഴേ വസു മേളിൽ ചാടി. മീനും കിട്ടിയില്ല, ഒരു കോപ്പും കിട്ടിയില്ല. പണി 1:30 തിരിച്ചു പോയപ്പോ തുണിയും മണിയൊക്കെ ഊരി കളഞ്ഞിട്ടാണ് പോണ. മീൻ കിട്ടിയില്ല. ഇനി നമ്മള് വൈകിട്ട് വീണ്ടും വരും. ഇനി വൈകിട്ട് വരണം. ഇവരൊക്കെ വരുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു തവളേനെങ്കിലും കിട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ ഒരാളുണ്ട്, കാണിച്ചു തരാം. നേരത്തെ ആളാണ്. എന്തോ ഇവിടെ പറഞ്ഞു നിർത്തിയത്, ഇവര് വന്നോണ്ടിരുന്ന ദിവസം. ഇത് അമ്മേരെ പാത്രമല്ലേ എടുത്ത് കളഞ്ഞത്? ഇവര് വന്നോണ്ടിരുന്ന ദിവസം അറ്റ്ലീസ്റ്റ് തവളേനെങ്കിലും കിട്ടുമായിരുന്നു. ഇപ്പൊ നമ്മൾ വന്നപ്പം തവളയും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. ഇതെൻ്റെ വീടിൻ്റെ താഴത്തെ സ്ഥലമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. ഇങ്ങനത്തെ ഒരു കുളം ഉണ്ടെന്നും പിന്നെ ഈ സ്ഥലമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് വഴിയിൽ നിന്നൊരു തേങ്ങ കിട്ടി. പക്ഷെ ഇത് തേങ്ങ കൊച്ചങ്ങയായത്. ഗൈസ് നമ്മളിനി ഒന്നുകൂടെ പോകാൻ പോവാണ്. ഇപ്രാവശ്യം കിട്ടുമോ? നട്ടാ ഞാൻ കുറേ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത് നമുക്ക് കഞ്ഞിയും കറിയും വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മീൻ കിട്ടാത്തതുകൊണ്ട് നമുക്ക് കഞ്ഞിയും കറിയൊന്നും വെച്ചില്ല. ഇത് നമ്മളന്ന് തമിഴ്നാട് അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത്രയും സാധനങ്ങളുണ്ട്, ഇനിയുണ്ട്. ഇതെല്ലാം ഇവള് കളിച്ച് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇപ്പം ഇവർ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇനി ചെമ്പരത്തിയുടെ മൊട്ട് വെച്ചിട്ട് മീനിനെ ഉറപ്പായിട്ടും പിടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം പറഞ്ഞു. ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. അങ്ങോട്ട് പോയപ്പോഴും ഉണ്ടായിരുന്നു, അതാ ഇപ്പോഴും നിൽക്കണം. സുഖജീവിതം, ഒന്നുമില്ല. തിന്നുക, കിടന്നുറങ്ങുക, വീണ്ടും തിന്നുക.
ഇതാണ് നിനക്ക് തണുത്ത വെള്ളം, ഒരു തണുപ്പുമില്ല. ഓക്കെ സെറ്റ്. വെച്ചിരുന്നോ കേറും. കുറച്ചും കൂടെ ഇറങ്ങിയില്ലേ? നിങ്ങൾ എവിടെ നിക്കണേ? എടാ ഇതില് മറ്റേ ഇത് തീർന്നല്ലേ ഏത് മൈദ? അതൊക്കെ എപ്പോഴേ എനിക്ക് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇട്ടിരുന്ന മതിയായിരുന്നു. അങ്ങനെ ചെമ്പരത്തി പൂവിലും അത് കൊത്തണില്ല. അതുകൊണ്ട് ഇനി ഇവര് വിട്ടിലിനെ പിടിക്കാൻ പോയിക്കാണ്. ഈ വിട്ടിലിനെയൊക്കെ എങ്ങനെ പിടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത് റൂമിൽ വന്നാലേ ഞാൻ ഓടും. അങ്ങനെ കിട്ടി, രണ്ടും കിട്ടി, കറുപ്പും കിട്ടി പച്ചയും കിട്ടി. അങ്ങോട്ടൊക്കെ പട്ടിയാൻ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എടാ നീയല്ലേ പറഞ്ഞു നീ തവളേനെ പിടിക്കും, തവളേനെ കൊല്ലും എന്നൊക്കെ. എന്നിട്ട് എവിടെ തവള പോയിട്ട് ഒരു ഇതൊന്നും ഇടല്ല കേട്ടാ വീഡിയോയില്. ഞാൻ ഇടും. ഗായ്സ് അങ്ങനെ മീനും കിട്ടിയില്ല, ഒരു തേങ്ങയും കിട്ടിയില്ല, ഒരു തവളേനെ പോലും കിട്ടിയില്ല. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞു നമുക്ക് കുറച്ചധികം പരിപാടീസ് ഉണ്ടെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഈ മീനിനെ കിട്ടിയാലേ ആ ബാക്കി പരിപാടീസൊക്കെ നടക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ മണി 6 എനിക്കിനി ക്ലാസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പക്ഷേ ഗുഡ് ഡേ ആയിരുന്നു, കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നല്ല രസമായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.